അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന്, അവൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ കൽപ്പിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. കാരണം ഈ ഭൗതികമായ, ഈ താൽക്കാലികമായ ജീവിതം, ഇവിടുത്തെ ജീവിതം താൽക്കാലികമാണെന്ന് നമുക്കറിയാം. നശ്വരമാണ്, നൈമിഷികമാണ്. നാം ഇവിടെ എത്ര തന്നെ സമ്പാദിച്ചാലും അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, ഒഴിവാക്കിക്കൊണ്ട് പോകേണ്ടവരാണ് നാം. ഒരാളിവിടെ കോടികൾ സമ്പാദിച്ചു, അല്ലെങ്കിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി അവന് സമ്പാദിച്ചു, അങ്ങനെ പലതും സമ്പാദിച്ചു. പക്ഷേ അതൊന്നും അവനിക്ക് കൊണ്ടുപോകാൻ സാധ്യമല്ല. അവൻ കൊണ്ടുപോകുന്നത് 3 കഷ്ണം തുണികൾ മാത്രമാണ്. അവൻ്റെ ഖബറിൽ ഉപകാരപ്പെടുന്നത് അമലു സ്വാലിഹാത്തുകൾ മാത്രമാണ്. അപ്പം അതുകൊണ്ട് ഈ ബോധം നമ്മിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആൽ ഇംറാനിലൂടെ അതിൻ്റെ 102-ാമത്തെ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. ഹഖ്ക തുഖാതിഹി, സൂക്ഷിക്കേണ്ട രീതിയിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എങ്ങനെയാണോ നിങ്ങൾ അനുസരിക്കേണ്ടത് ആ രീതിയിൽ തന്നെ നിങ്ങൾ അനുസരിക്കണം. ഒരു വിട്ടുവീഴ്ചയും ആ വിഷയത്തിൽ ചെയ്യാൻ പറ്റുകയില്ല. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിട്ടല്ലാതെ, അഥവാ അവനെ പരിപൂർണമായിട്ടും അനുസരിക്കുന്നവരായിട്ടല്ലാതെ നിങ്ങൾ ഒരിക്കലും തന്നെ മരിച്ചു പോകരുതേ എന്ന് അല്ലാഹു നമ്മോട് പറയുന്നു. അങ്ങനെ തന്നെ സംഭവിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് തരട്ടെ. സഹോദരന്മാരെ, മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി തങ്ങൾ പറഞ്ഞതുപോലെ, തഅഹബ് ലില്ലദീ ലാ ബുദ്ദ മിൻഹു ഫഇന്നൽ മൗത മീഖാത്തുൽ ഇബാദി അതർലാ അൻ തകൂന റഫീഖ ഖൗമിൻ ലഹും സാദുൻ വഅൻത ബിഗൈരി സാദി. മോനെ, തഅഹബ് ലില്ലദീ ലാ ബുദ്ദ മിൻഹു ഫഇന്നൽ മൗത മീഖാത്തുൽ ഇബാദി. മരണമാകുന്ന ആ പ്രതിഭാസം, ആ സംഭവം നിനക്ക് വരാനുണ്ട്, എനിക്കും വരാനുണ്ട്, എല്ലാവർക്കും വരാനുണ്ട്. ആർക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല. ജനിച്ചിട്ടുണ്ടോ മരിക്കും, ഉറപ്പാണ് കാര്യം. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സംഭവം വരാനുണ്ട്. അതുകൊണ്ട് അതിന് വേണ്ടി നീ തയ്യാറെടുത്തോ. അതർലാ അൻ തകൂന റഫീഖ ഖൗമിൻ ലഹും സാദുൻ വഅൻത ബിഗൈരി സാദി. നീ ഒരു യാത്രാ സംഘത്തോടൊപ്പമാണെന്ന് സങ്കല്പിക്കുക. ആ സംഘത്തോടൊപ്പം നീ ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ മറ്റുള്ളവരുടെ കയ്യിൽ എന്തുണ്ട്? അവർക്ക് ആ യാത്രയിൽ ഉപയോഗിക്കാൻ ആവശ്യമായ എല്ലാ വസ്തുക്കളുമുണ്ട്, വിഭവങ്ങളുമുണ്ട്, ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്, വസ്ത്രമുണ്ട്, സമ്പത്തുണ്ട്, എല്ലാമുണ്ട്, വാഹനമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ നിന്റെ കയ്യിൽ എന്തില്ല? ഒന്നുമില്ല. നീ വെറും കൈയോടെയാണ് പോകുന്നത്. എങ്കിൽ നിനക്കെത്രമാത്രം വിഷമമുണ്ടാകും, നിനക്കെത്രമാത്രം പ്രയാസമുണ്ടാകും ആ യാത്രയിൽ അവരോടൊപ്പം കൂട്ടുകൂടാൻ. അതുകൊണ്ട് ഇതുപോലൊരു അവസ്ഥ നിനക്ക് വരാനുണ്ട്. എല്ലാവരും യാത്ര പെടുന്നു പോകും, നിനക്കും പോണ്ടി വരും. അപ്പോൾ എന്ത് വേണം? നിന്റെ കയ്യിൽ എന്ത് വേണം? ആ യാത്രയിൽ നിനക്ക് ഉപയോഗിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ വേണം. അത് അതിനു മുമ്പ് തന്നെ തയ്യാറാക്കണം. അപ്പം നിനക്ക് തയ്യാറാക്കാൻ സാധ്യമല്ല. അപ്പം യാത്രയുടെ മുമ്പ് തന്നെ
അതിന് വേണ്ട വിഭവങ്ങൾ തയ്യാറാക്കുക. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തങ്ങളുടെ അടുക്കൽ തൻ്റെ ശിഷ്യനായ മുസ്നി വന്നിട്ട് ചോദിച്ചു റഹ്മത്തുള്ളാഹി അലൈഹി, ഉസ്താദ് എന്താണ് ഇപ്പോൾ അങ്ങയുടെ അവസ്ഥ? എപ്പോഴാണ് ചോദിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ആ അവസാന വേളയിൽ, മരണം ആസന്നമായ, അദ്ദേഹം രോഗിയായി സുഖമില്ലാതെ മരണശയ്യയിൽ കിടക്കുമ്പോൾ തൻ്റെ ശിഷ്യനായ മുസ്നി റഹ്മത്തുള്ളാഹി തങ്ങൾ വന്നുകൊണ്ട് ചോദിക്കുന്നു, ഉസ്താദെ എന്താണ് അങ്ങയുടെ ഇപ്പോഴത്തെ മാനസിക അവസ്ഥ, എന്താണ് അങ്ങേക്ക് തോന്നുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഷാഫി റഹ്മത്തുള്ളാഹി തങ്ങൾ പറഞ്ഞു, അസ്ബഹ്തു മിനദ്ദുന്യാ റാഹില വലിഇഖ്വാനി മുഫാരിഖ വലിസൂ അഅമാലി മുലാഖിയ വഅലല്ലാഹി വാരിദാ. ഞാൻ ഇവിടുന്ന് വിട്ടുപിരിഞ്ഞു പോവുകയാണ്. എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചുകൊണ്ട്, എൻ്റെ കുടുംബത്തെ ഉപേക്ഷിച്ചുകൊണ്ട്, എൻ്റെ കൂട്ടുകാരെ ഉപേക്ഷിച്ചുകൊണ്ട്, എൻ്റെ നാട്ടുകാരെ ഒഴിവാക്കിക്കൊണ്ട്, എല്ലാവരെയും ഒഴിവാക്കിക്കൊണ്ട്, എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചുകൊണ്ട് ഞാൻ പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. വലിസൂ അഅമാലി മുലാഖിയ വഅലല്ലാഹി വാരിദ. എങ്ങോട്ട്? അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പോകുന്നു. അതോടൊപ്പം ഞാൻ ചെയ്തു കൂട്ടി എല്ലാ തിന്മകളെയും കണ്ടുമുട്ടാൻ പോകുന്നു. മഅദി റൂഹി തസീറു ഇലൽ ജന്ന ഫഅഗ്നിഹാ ഔ ഇലൻ നാരി ഫഅഇസ്സു ബിഹാ സുമ്മ ബക്കാ. അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പോവുകയാണ്. എനിക്കറിയില്ല എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത്. അള്ളാഹു എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുമോ അതല്ല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമോ എന്നെനിക്കറിയില്ല. അതോർക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്, അതോർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. എന്നിരുന്നാലും വലമ്മാ ഖസ ഖൽബി വലാഖത് മദാഹിബി ജഅൽതു റജാഇ ദൂന അഫ്വിക സുല്ലമാ. എങ്കിലും എനിക്കൊരൊറ്റ പിടിവള്ളി മാത്രമാണുള്ളത്. എന്താണത്? ജഅൽതു റജാ. അള്ളാഹു എന്നെ ഒരിക്കലും കൈവെടിയുകയില്ല, എന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല, എന്നെ ഒരിക്കലും നരകത്തിലേക്ക് വലിച്ചെറിയുകയില്ല എന്നൊരു പ്രതീക്ഷ, എന്ന ഒരു പ്രത്യാശ, അത് മാത്രമാണ് എൻ്റെ കൈമുതൽ. മറ്റൊന്നും എൻ്റെ കയ്യിലില്ല. ജഅൽതു റജാഇ ദൂന അഫ്വിക സുല്ലമാ. ഞാൻ ചെയ്തു കൂട്ടിയ മുഴുവൻ തെറ്റുകളും എനിക്ക് അള്ളാഹു പുറത്തു തരും, അങ്ങനെ എന്നെ സ്വർഗത്തിൽ എത്തിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ, അവൻ്റെ കരുണാ കടാക്ഷം എന്നിൽ ചൊരിയും എന്നുള്ള ഒരു പ്രതീക്ഷ, അത് മാത്രമാണ് എൻ്റെ കൈമുതൽ. മറ്റൊന്നും എൻ്റെ കൈമുതൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞ മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തങ്ങൾ. നോക്കൂ സഹോദരന്മാരെ, അപ്പം നമ്മളൊക്കെ ഇനി എന്ത് പറയണം? ആരാണ് ഇമാം ഷാഫി? നമുക്കറിയാം, മുസ്ലിം ലോകം അറിയപ്പെട്ട ഒരു വലിയ പണ്ഡിതൻ, ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനായ പണ്ഡിതൻ, ജീവിതം മുഴുവൻ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ച പണ്ഡിതൻ. അങ്ങനെയുള്ള മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തങ്ങളാണ് മരണത്തിനെക്കുറിച്ചും ആഖിറത്തിനെക്കുറിച്ചും ഓർത്തുകൊണ്ടൊക്കെ കരയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എങ്ങനെ കരയണം? അതുകൊണ്ട് സഹോദരന്മാരെ, നാം ആ യാത്രയ്ക്ക് വേണ്ട വിഭവങ്ങൾ തയ്യാറാക്കുക. ഇപ്പോൾ തന്നെ അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഒരു നിമിഷം പിന്തിക്കുകയോ മുന്തിക്കുകയോ ഇല്ല. അസ്രായിൽ ആ കറക്റ്റ് ടൈമിൽ പിടിച്ചുകൊണ്ട് പോകുക തന്നെ ചെയ്യും നമ്മുടെ റൂഹിനെ. അപ്പൊ അതുകൊണ്ട് അതിന് മുമ്പ് നാം തയ്യാറാക്കി വെക്കുക അതിന് വേണ്ട വിഭവങ്ങൾ. എന്തൊക്കെയാണ് വിഭവങ്ങൾ? എന്തുമാവാന്ന് പറഞ്ഞാൽ നല്ല അമലു സ്വാലിഹാത്തുക്കൾ. ഫർലായ കാര്യങ്ങൾക്ക് പുറമേ, അതെന്തായാലും നിർബന്ധമാണ്, നമുക്കറിയാം. ഫർലായ കാര്യങ്ങൾ നിർബന്ധമാണ്, ഹറാമായ കാര്യങ്ങൾ നാം ഒഴിവാക്കുക തന്നെ വേണം. അതിന് പുറമേ സുന്നത്തായ കാര്യങ്ങളിലൂടെ നാം അള്ളാഹുവിലേക്ക് അടുക്കുക. ഖുർആൻ ഓതാൻ കഴിയുന്നവർക്ക് അങ്ങനെ ചെയ്യാം, സ്വതക്ക കൊടുക്കാൻ കഴിയുന്നവർക്ക് അത് കൊടുക്കാം, ഉംറയ്ക്ക് പോകാൻ കഴിയുന്നവർക്ക് അത് ചെയ്യാം, സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെ ചെയ്യാം,
രോഗികളെ സന്ദർശിക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെ ചെയ്യാം. എന്താണോ അവനാൻ ചെയ്യാൻ കഴിയുന്നത് അതൊക്കെ ചെയ്യുക. അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കുക. സാമൂഹ്യ സേവനം ചെയ്യാം. അങ്ങനെ എന്തും നമുക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്ന സുഹൃതങ്ങൾ, അമലുസ്സാലിഹത്തുകൾ അതെല്ലാം ഇപ്പോൾ തന്നെ ചെയ്തു കൂട്ടിക്കൊണ്ട് നമ്മുടെ ആ നന്മയുടെ ഭാരം അധികരിപ്പിച്ചുകൊണ്ട് നാം അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പോവുക. ഒരു ഹദീസ് കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മിൻ ഷൈഇൻ ഫിൽ മീസാനി അസ്കലു മിൻ ഹുസ്നിൽ ഖുൽഖ്. മറ്റൊരു റിവായത്തിലുണ്ട്, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും അഖ്ലാഖാ. മീസാനിൽ നാളെ നമ്മുടെ നന്മകളെയും തിന്മകളെയും ഒക്കെ തൂക്കി നോക്കുമ്പോൾ ആ മീസാനിൽ ഏറ്റവും കരം തൂകുന്ന വസ്തു എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഖുർആൻ ഓത്ത് അല്ല, ദിക്ർ അല്ല, ഉംറ അല്ല. പിന്നെയോ അതൊക്കെ മോശം എന്നല്ല അർത്ഥം. ഏറ്റവും കരം തൂക്കുന്നത് അസ്കൽ എന്നാണ് അവിടെ ഉപയോഗിച്ച പദം. അസ്കൽ, ഏറ്റവും കരം തൂക്കുന്നത്. മറ്റതൊക്കെ കരം തൂങ്ങും, പക്ഷെ അസ്കലല്ല. അസ്കൽ എന്താണ്? അസ്കലു മിൻ ഹുസ്നുൽ ഖുൽഖ്, സൽ സ്വഭാവമാണ്, മനുഷ്യന്റെ സ്വഭാവമാണ്. നാം മറ്റുള്ള ആളോട് എങ്ങനെ പെരുമാറുന്നു, ഈ പെരുമാറ്റം, ഈ സൽ സ്വഭാവം, ഇതാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഭാരമുണ്ടാകുന്ന, സ്വർഗത്തിലേക്ക് അവനക്ക് എളുപ്പമായിട്ട് പോകാൻ കഴിയുന്ന ഒരു സംഭവം. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ ആ യാത്രയ്ക്ക് വേണ്ട എല്ലാ വിഭവങ്ങളും ഇപ്പോൾ തന്നെ തയ്യാറെടുത്ത് വെക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന്, അവൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ കൽപ്പിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. കാരണം ഈ ഭൗതികമായ, ഈ താൽക്കാലികമായ ജീവിതം, ഇവിടുത്തെ ജീവിതം താൽക്കാലികമാണെന്ന് നമുക്കറിയാം. നശ്വരമാണ്, നൈമിഷികമാണ്. നാം ഇവിടെ എത്ര തന്നെ സമ്പാദിച്ചാലും അതെല്ലാം